മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിന്റെ മൂന്നാമത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ആ ടാസ്കിന് ശേഷം വളരെ സങ്കടത്തിലാണ് അനുമോള്. കുറച്ചു മുമ്പ് ഏഷ്യാനെറ്റിൽ ഈ ടാസ്കിന്റെ ഒരു പ്രൊമോ വന്നിരുന്നു. അതായത് തുലാഭാരം എന്ന മൂന്നാമത്തെ ടാസ്കിന്റെ പ്രൊമോ വന്നിരുന്നു. ആ പ്രൊമോയുടെ അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് വെറും 40 സെക്കൻഡുകൾ കൊണ്ട് ഈ ടാസ്ക് ആദ്യം പൂർത്തിയാക്കിയത് എന്ന്. അതിൽ ചിരിച്ചു നിൽക്കുന്ന അനുമോളെ നമുക്ക് കാണാം. ആ പ്രൊമോയ്ക്കടിയിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റുകൾ ഈ ടാസ്ക് അനുമോൾ തൂക്കി എന്നായിരുന്നു. എന്നാൽ പ്രൊമോ ഒരിക്കലും ഒരു പ്രോമിസ് അല്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അനുമോൾ ചിരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അനുമോൾ ഭയങ്കരമായിട്ട് ഡള്ളാകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചങ്ക് പൊട്ടിയിരിക്കുക എന്ന് തന്നെ പറയാം. കാരണം ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പൂർത്തിയാക്കിയ വ്യക്തി അനുമോളായിരുന്നു. 6 മിനിറ്റും 30 സെക്കൻഡുകൾ കൊണ്ടാണ് അനുമോൾ ഈ ടാസ്ക് പൂർത്തിയാക്കിയത്. ഒരു പോയിന്റാണ് അനുമോൾക്ക് ഈ ടാസ്കിൽ നിന്നും ലഭിച്ചത്. ഇതുവരെ 3 ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളാണ് കഴിഞ്ഞത്. 2 ടാസ്കിലും അനുമോൾക്ക് 4ാം സ്ഥാനമായിരുന്നു. അതായത് 6 പോയിന്റുകൾ വീതമാണ് ലഭിച്ചത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ 9ാം സ്ഥാനം കിട്ടുന്നതും 1 പോയിന്റ് കിട്ടുന്നതും. ടാസ്കിന് ശേഷം എല്ലാവരും വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോഴും അനുമോള് ഒരുപാട് നേരം സ്കോർ ബോർഡിലേക്ക് നോക്കി ഗാർഡൻ ഏരിയ തന്നെ നിൽപ്പുണ്ടായിരുന്നു. സങ്കടപ്പെട്ട് അവിടെ തന്നെ നിൽക്കുന്നു. പിന്നീട് ഊഞ്ഞാലിൽ കയറിയിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. മുന്നിലുള്ളവനെ പിന്നിലാക്കാനും പിന്നിലുള്ളവനെ മുന്നിലാക്കാനുമൊക്കെ ടാസ്ക് സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ്. അനുമോളുടെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം അനുമോൾക്ക് ഈ ടാസ്കിൽ അവസാനത്തെ പൊസിഷൻ കിട്ടിയതിന് നല്ല സങ്കടമുണ്ട്. ചങ്ക് തകർന്നാണ് ഇരിക്കുന്നത് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരുന്ന് ആ സങ്കടങ്ങളൊക്കെ പറയുന്നു. ആ സമയത്ത് ഷാനവാസ് അങ്ങോട്ട് വരുന്നുണ്ട്. ഷാനവാസ് എന്നിട്ട് ആശ്വസിപ്പിക്കുന്നു. കാരണം ഷാനവാസിന് അനുമോളുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി അനുമോൾക്ക് നല്ല സങ്കടമുണ്ടെന്ന്. ഷാനവാസ് എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാണ് വിഷമിക്കുന്നത്? 3 ടാസ്കല്ലേ കഴിഞ്ഞുള്ളൂ, ഇനിയും ടാസ്കുകൾ വരാനുണ്ട്. പിന്നെ നീ ഒരുപാട് പുറകിലൊന്നുമല്ലല്ലോ. 12 പോയിന്റ് ഇല്ലേ? 3ാം സ്ഥാനത്ത് നിൽക്കുന്ന അക്ബറുമായിട്ട് നിനക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് അനുമോളുടെ ടോട്ടൽ പോയിന്റ് ഒന്ന് നോക്കുന്നത്. അനുമോള് ഈ ടാസ്കിൽ പോയിന്റ് കുറഞ്ഞു പോയി എന്ന് കരുതി ഈ ടാസ്കിന് മാത്രം പോയിന്റാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അനുമോള് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ചുറ്റും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ടാസ്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. കുറച്ച് മുമ്പത്തെ പോലെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് 3 പേർ വീതം ടാസ്ക് ചെയ്താൽ മതിയായിരുന്നു. അതാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ആരും ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കില്ല. ഇതെല്ലാവരും എന്നെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് വരില്ല. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നമ്മൾ ആക്ടേഴ്സ് അല്ലേ, നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിൽ എത്ര പേരുണ്ടാവും, അതൊന്നും നീ കാര്യമാക്കണ്ട, ഈ കോംപ്ലക്സ് ആദ്യം എടുത്ത് കള എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, ഇത് നറുക്കിട്ടെടുക്കുന്നത് കൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകും. കാരണം ഇതിപ്പം നറുക്കിട്ടെടുക്കുന്നത് ഓരോരുത്തർക്കും ഏതു നമ്പറാണോ കിട്ടുന്നത് ആ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാസ്ക് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഷാനവാസിന്റെ ആ മോട്ടിവേഷനും അനുമോളുടെ ടോട്ടൽ പോയിന്റും ഒക്കെ കണ്ടപ്പോൾ അനുമോൾക്ക് ഏകദേശം ഒരു ആശ്വാസമൊക്കെ കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഒരു സങ്കടമുണ്ട്. അനുമോൾ അത് വീണ്ടും ഷാനവാസിനോട് പറയുന്നുണ്ട്, എങ്കിലും 3ഉം 2ഉം 1ഉം പോയിന്റ് ഒക്കെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതുമല്ല ഏറ്റവും കൂടുതൽ ടൈം എടുത്തതും ഞാനല്ലേ. കാരണം എല്ലാവരും 2ഉം 3ഉം മിനിറ്റുകൾ എടുത്തപ്പോൾ അനുമോൾ എടുത്തത് അതിൻ്റെ ഇരട്ടി ടൈമായിരുന്നു. അതായത് 6 മിനിറ്റ്. അതും ഒരു നാണക്കേടായിട്ട് അനുമോളുടെ മനസ്സിലുണ്ട്. എന്തായാലും ടിക്കറ്റ് ടു ഫിനാലെയുടെ 3ാമത്തെ ടാസ്ക് കഴിയുമ്പോൾ അനുമോൾ 3ാം സ്ഥാനത്ത് നിന്നും 6ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. ഇത് ടാസ്ക്കാണ്. ഇനിയും ടാസ്കുകൾ വരാനുണ്ട്. എന്തും മാറി മറിയാം. എന്തായാലും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.